മുഖ്യമന്ത്രി വി ഡി സതീശനോട് സ്വല്പം ഇഷ്ടം കൂടുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. പുള്ളിക്കാരന് ഇപ്പൊ ഫാൻസ് ഒക്കെ കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു വാർത്തയാണ് ചിരിയുടെ മണവാളൻ ഈ ലോകം വിട്ടു പോയി. അപ്പോൾ പുള്ളിയുടെ മരണാനന്തര ചടങ്ങുകളുമായിട്ട് സലീം കുമാറേട്ടന്റെ വീട്ടിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുന്നതും അവിടുത്തെ കാര്യങ്ങൾ ഇടപെടുന്നതുമായിട്ടുള്ള കുറേ വാർത്തകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു സാധാരണക്കാരനെ പോലെ മരണ വീട്ടിലേക്ക് എത്തുകയും ആ മരണ വീട്ടിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഒരു നാട്ടുകാരനെ പോലെ, അവിടുത്തെ ഒരാളിനെ പോലെ, അവിടുത്തെ ഏറ്റവും ഒരു സാധാരണക്കാരനെ പോലെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഇത് നമുക്ക് തോന്നത്തില്ല. അവിടെ കൂടി നിൽക്കുന്ന അത്രയും ആൾക്കാരിൽ കൂടി നിൽക്കുന്ന ഒരാളെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഒക്കെ ചെയ്ത് കാണുമ്പോൾ ഒരു ജനകീയ നേതാവ്, അവിടെ രാഷ്ട്രീയം എന്നുള്ളതല്ല, ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിലൊക്കെ ഉപരി ഒരു ജനകീയനാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ജനങ്ങളോട് ഇത്രയും കമ്മിറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ജനകീയ നേതാവിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കേട്ടോ. കഴിഞ്ഞ 10 വർഷവും നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. പുള്ളി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിലും, മരണം ആയിക്കോട്ടെ, എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ പുള്ളി പോകുന്ന ഒരു ചീറിപ്പാച്ചിലുണ്ടല്ലോ. എത്രയോ വണ്ടികളുടെ അകമ്പടിയോടുകൂടി അവിടെ ചീറിപ്പാഞ്ഞെത്തുകയും മരണവീടുന്നുണ്ടോ എന്ത് പരിപാടിയാണെങ്കിലും പുള്ളി പോകുന്ന രീതികളൊക്കെ ഉണ്ട്. അന്നൊക്കെ നമ്മൾ കുറെ വിചാരിച്ചു അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ശരി, ഇതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ശരി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും അല്ല. ജനാധിപത്യം എന്നുള്ള വാക്കെന്ന് എന്താണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ആ വാക്കിൽ തന്നെ ഉണ്ട് ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം. അപ്പൊ ആ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനകീയ നേതാവിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ. പുകഴ്ത്തി പറഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല. പക്ഷെ നമ്മളൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ കണ്ടുവരുന്ന ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. മുഖ്യമന്ത്രി സാറിനോട് എനിക്ക് പറയാനുള്ളത്, അല്ല എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. സാർ ഇപ്പൊ ചെയ്തു വരുന്ന ഈ ഒരു ജനങ്ങളോട് കാണിച്ചു വരുന്ന ഒരു ബിഹേവിയർ, ആ ഒരു പെരുമാറ്റം അവസാനം വരെ ഉണ്ടാകണം എന്ന് തന്നെയാണ് അപേക്ഷ. കാര്യം ഒരു ജനകീയ നേതാവിനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട. രാജഭരണം ഇവിടെ അവസാനിച്ചു. നമുക്കിവിടെ രാജഭരണമല്ല ആവശ്യം. നമുക്കിവിടെ ഒരു ജനകീയ നേതാവിനെ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങളെ അറിഞ്ഞ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനകീയ നേതാവിനെയാണ് ഞങ്ങൾക്കിവിടെ ആവശ്യം. അപ്പോൾ അവസാനം വരെയും ഈ ഒരു ഇടപെടൽ, ജനങ്ങളോടുള്ള ഒരു ഇടപെടൽ, രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും. അപ്പോഴും നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ തീർച്ചയായും നെഞ്ചോട് ചേർത്ത് പിടിക്കും. അതിനൊരു സംശയമില്ല.